എല്ലാവർക്കും നമസ്കാരം. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിലാദ്യമായി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ഗേൾ ഇൻട്രപ്റ്റഡ്. വിനോയ്ന റൈഡറാണ് ഇതിലെ മെയിൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1999 സിനിമ റിലീസ് ചെയ്തത്. കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ സൂസന്ന കേസൻ എന്ന 18-കാരി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുകയാണ്. അവൾ രക്ഷപ്പെട്ടുവെങ്കിലും അവളുടെ പേരൻസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവൾ സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. അവൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് വളരെ വൈകിട്ടാണ് അവൾ തിരിച്ചറിയുന്നത്. സൂസനെ പോലെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസുള്ള പല പെൺകുട്ടികളെയും അവളവിടെ മീറ്റ് ചെയ്യാണ്. അതിൽ പലരും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് മാറുകയാണ്. മെൻ്റൽ ഹെൽത്തിൻ്റെയും ഹ്യൂമൻ കണക്ഷൻസിൻ്റെയും സങ്കീർണതകളെ കുറിച്ച് പറയുന്ന തോട്ട് പ്രൊവോക്കിംഗ് ആയ പവർഫുൾ ആയ മൂവിയാണ് ഗേൾ ഇൻട്രപ്റ്റഡ്. ഇതൊരു സ്ലോ പേസ്ഡ് മൂവിയാണ്. അതുകൊണ്ട് എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് റൺ. 2020 സിനിമ റിലീസ് ചെയ്തത്. ഇത് ഭയങ്കര എൻഗേജിംഗ് ആയ സൈക്കോളജിക്കൽ ത്രില്ലറാണ്. കാരലിനും സാറാ പോൾസണുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. വളരെ റെയറായ ജനറ്റിക് ഡിസോർഡർ കാരണം അരയ്ക്ക് താഴേക്ക് തളർന്നു പോയ പെൺകുട്ടിയാണ് ക്ലോയി. അവൾക്ക് സ്വന്തം എന്ന് പറയാൻ അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ. അവൾ പല കാര്യങ്ങളിലും അവളുടെ അമ്മയിൽ ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷെ ലൈഫിലൊരു പോയിന്റിൽ അവൾ തിരിച്ചറിയാണ് അവളുടെ അമ്മ അവളോട് പറഞ്ഞ എല്ലാം കള്ളങ്ങളായിരുന്നു. അവളുടെ ഹെൽത്തിനെ കുറിച്ചും അവളുടെ പാസ്റ്റിനെ കുറിച്ചും ഈവൻ അവളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് പോലും അവളുടെ അമ്മ പറഞ്ഞത് ഭയങ്കരമായ കള്ളങ്ങളായിരുന്നു. അങ്ങനെ തൻ്റെ അമ്മ തന്നിൽ നിന്നും മറച്ചു വെച്ച എല്ലാ രഹസ്യങ്ങളും അവൾ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും എൻഗേജിങ് ആയ സിനിമകളിൽ ഒന്നാണ് റൺ. ഇതൊരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് പേഴ്സണൽ ഷോപ്പർ. 2016 ഈ സിനിമ റിലീസ് ചെയ്തത്. ഇതിൽ മെയിൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ക്രിസ്റ്റ്യൻ സ്റ്റുവാർട്ടാണ്. ഇത് ആക്ച്വലി ഒരു പ്യോർ സൈക്കോളജിക്കൽ ത്രില്ലർ അല്ല, സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ത്രില്ലറാണ്. സിനിമയുടെ കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ സെലിബ്രിറ്റീസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന പേഴ്സണൽ ഷോപ്പറാണ് മൗറിൻ കാർട്ട്റൈറ്റ്. അതായത് സെലിബ്രിറ്റീസിന് വേണ്ടി ഹൈ എൻഡ് ക്ലോത്തിങ്ങും ആക്സറീസും വാങ്ങി എത്തിച്ചു കൊടുക്കുന്നതാണ് അവളുടെ വർക്ക്. ആക്ച്വലി മൗറിന് യുണീക്കായ ഒരു എബിലിറ്റി കൂടി ഉണ്ട്. അവളൊരു മീഡിയമാണ്. അതായത് ആത്മാക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് അവൾക്കുണ്ട്. അവളെ മരിച്ചുപോയ ട്വിൻ ബ്രദർ ലൂയിസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ ഏതൊരു ആത്മാവ് അവളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വളരെ മിസ്റ്റീരിയസ് ആയ ചില സന്ദേശങ്ങൾ അവൾക്ക് കൈമാറാൻ ശ്രമിക്കുകയാണ്. അത് അവളുടെ സഹോദരനാണെന്നായിരുന്നു അവൾ ആദ്യം വിശ്വസിച്ചിരുന്നത്. പക്ഷെ പ്രതീക്ഷിച്ചല്ല സംഭവിച്ചത്. പേഴ്സണൽ ഷോപ്പർ മസ്റ്റ് വാച്ച് മൂവി എന്നല്ല, പക്ഷെ വളരെ ഡിഫറെൻ്റ് ആയ എൻഗേജിങ് ആയ ഒരു സിനിമയാണ്. അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഗിൽറ്റി. 2021 സിനിമ റിലീസ് ചെയ്തത്. ജേക്ക് ജിൻഹാൾ ആണ് ഇതിലെ മെയിൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് കണക്കാണെങ്കിൽ 911 ഓപ്പറേറ്ററായ ജോയ് ബെയ്ലറിന് വളരെ ഡിസ്ട്രെസ് ആയ എമിലി എന്നൊരു യുവതിയിൽ നിന്നും ഒരു കോൾ വരികയാണ്. തൻ്റെ എക്സ് ഹസ്ബൻഡ് അവളെ കിഡ്നാപ്പ് ചെയ്തെന്നും അവളെ ഹേർട്ട് ചെയ്യാണെന്നും പറഞ്ഞ് അവൾ ഒരുപാട് നിലവിളിക്കുകയാണ്. ജോയ്ക്ക് അവളെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. അവൻ ഈ കേസിൽ ഭയങ്കരമായിട്ട് അജിറ്റേറ്റഡ് ആവാണ്, ഒബ്സസ്ഡ് ആവാണ്. പക്ഷെ സിറ്റുവേഷൻ വളരെ വഷളാവാണ്. അവൻ വിചാരിച്ചതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടാണ് കേസ് മുന്നോട്ട് പോകുന്നത്. ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ എൻഗേജിങ് ആയ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഗിൽറ്റി. ജേക്ക് ജില്ലിഹാളിന്റെ പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല. പിന്നെ 911 കോൾ സെന്റർ മാത്രമാണ് സിനിമയുടെ ആകെയുള്ള ലൊക്കേഷൻ. അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. കാണാൻ താല്പര്യമുള്ളവർ സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.